എണ്ണ ഇതര സ്വകാര്യ മേഖലയിൽ മികച്ച മുന്നേറ്റമാണ് ഏപ്രിലിൽ UAE നടത്തിയതെങ്കിലും ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് കാലാവസ്ഥയിലെ മാറ്റം. അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴ ബിസിനസ് പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 1949 ശേഷമുള്ള ഏറ്റവും ശക്തമായ മഴയാണ് UAE ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയിലെ ഈ മാറ്റം ബിസിനസ് പ്രവർത്തനങ്ങളെയും ബാധിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ പർച്ചേസിംഗ് സൂചിക മാർച്ചിലെ 56.9 നിന്ന് ഏപ്രിലിൽ 55.3 കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. ഫെബ്രുവരിയിൽ ഇത് ഏകദേശം 5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 57.1 എത്തിയിരുന്നു. കനത്ത മഴ ബിസിനസ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും വിൽപ്പനയെ ബാധിക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ 2023 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വേഗതയിൽ കഴിഞ്ഞ മാസം പുതിയ ഓർഡറുകൾ വർദ്ധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഏപ്രിലിലെ ഡാറ്റ UAE എണ്ണ ഇതര സ്വകാര്യ മേഖലയിലുടനീളം ശക്തമായ മൊത്തത്തിലുള്ള വളർച്ച എടുത്തുകാണിച്ചു. കാരണം ശക്തമായ ആഭ്യന്തര സാമ്പത്തിക സാഹചര്യങ്ങൾ ദീർഘകാല ബിസിനസ് വിപുലീകരണ പദ്ധതികളെ പിന്തുണയ്ക്കാൻ സഹായിച്ചു. എന്നിരുന്നാലും കനത്ത മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ പുതിയ ബിസിനസ് നേട്ടങ്ങളിൽ കുത്തനെയുള്ള മാന്ദ്യത്തെയാണ് ഏറ്റവും പുതിയ സർവേ സൂചിപ്പിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥാ തടസ്സങ്ങൾ ബിസിനസിനെയും ഉപഭോക്തൃ ചെലവിനെയും ബാധിച്ചതിനാൽ ദുബായിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ വിൽപ്പനയുടെ വേഗതയിൽ പ്രത്യേകിച്ച് നഷ്ടം രേഖപ്പെടുത്തിയെന്നാണ് S&P എക്കണോമിക്സ് ഡയറക്ടർ ടീം മൂർ പറഞ്ഞത്. ഏപ്രിൽ 16 പെയ്ത ശക്തമായ മഴയിൽ റോഡുകളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലായി. ഇതോടെ പല റോഡുകളിലെയും ഗതാഗത സേവനങ്ങൾ സ്തംഭിച്ചു. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാവുകയും ചെയ്തു. അതേസമയം UAE വീണ്ടും മഴ കനത്തിരിക്കുകയാണ്. നിരവധി വിമാനങ്ങളാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് റദ്ദാക്കിയത്. വ്യാഴാഴ്ച രാവിലെ മൊത്തം 13 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഇൻബൗണ്ട് ചെയ്യുന്ന 5 വിമാനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് വഴി തിരിച്ചുവിടുകയും ചെയ്തു. ദുബായിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർ റോഡിലെ ഗതാഗത കുരുക്കിന് സാധ്യതയുള്ളതിനാൽ നേരത്തെ യാത്ര തിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ UAEയിലെ മഴയുടെ തീവ്രത കുറഞ്ഞതായും വാരാന്ത്യത്തിൽ ഭേദപ്പെട്ട കാലാവസ്ഥയ്ക്കാണ് സാധ്യത എന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നിരീക്ഷിച്ചിരുന്നു. ഏപ്രിൽ 16 കനത്ത മഴയാണ് UAEയിൽ പെയ്തത്. ഇതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വർക്ക് ഫ്രം ഹോമും ഓൺലൈൻ പഠനവും UAEയിൽ ആരംഭിച്ചിരുന്നു. 1 വർഷം പെയ്യേണ്ട മഴയാണ് ഏപ്രിൽ 16 ശേഷം രാജ്യത്ത് പെയ്തതെന്നാണ് കണക്ക്.